നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ പൗരന്മാർക്ക് വിസ സംവിധാനം ആരംഭിച്ച് ഇന്ത്യൻ എംബസി. ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ബഹ്റൈൻ പൗരന്മാർക്ക് വിസ സംവിധാനം ആരംഭിച്ച് ഇന്ത്യൻ എംബസി. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. വിനോദയാത്രയ്ക്കോ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശിക്കാനോ ഹ്രസ്വകാല യോഗ പരിപാടിക്കോ കോഴ്സിനോ പങ്കെടുക്കാനോ ഹ്രസ്വകാല സന്നദ്ധ സേവനങ്ങൾക്കും വൈദ്യ ചികിത്സയ്ക്കോ ബിസിനസ് ആവശ്യാർത്ഥവുമൊക്കെ ബഹ്റൈൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള GCC പൗരന്മാർക്ക് വിസ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. വിസയ്ക്കായുള്ള അപേക്ഷയുടെ പ്രോസസ്സിന് 72 മണിക്കൂറോ അതിൽ കൂടുതലോ എടുത്തേക്കാം. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം നൽകി. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗ് ഉണ്ടാക്കുവാൻ ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് തൽവർ തസ്ലിം മുടി ദാനം ചെയ്തു. ബഹ്റൈനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മെർച്ചൻഡൈസറായി ജോലി ചെയ്യുന്ന തസ്ലിം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്വദേശിയാണ്. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി ട്രഷറർ യൂസഫ് ഫക്രു, സെക്രട്ടറി ദ്വാ അൽഖൂർ, ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ PV ചെറിയൻ എന്നിവർ മുടി സ്വീകരിച്ചു. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താല്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സെലിമിനെ 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്. സൗത്ത് ഏഷ്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടി ആൽവിൻ തോമസ്. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 14 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടി ബഹ്റൈൻ ന്യൂ മിലേനിയം സ്കൂൾ വിദ്യാർത്ഥി ആൽവിൻ. കുമിത്തെ വിഭാഗത്തിലാണ് നേട്ടം. മൂവാറ്റുപുഴ പണ്ടപ്പള്ളി പുന്നമറ്റത്തിൽ തോമസ് ജോർജിന്റെയും ദിയ തോമസിന്റെയും മകനാണ് ആൽവിൻ തോമസ്. ബഹ്റൈൻ ന്യൂ മിലേനിയം സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആൽവിൻ ഷിഹാൻ അബ്ദുള്ളയുടെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷം ഭക്തിസാന്ദ്രമായി ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടത്തി. ഈ ആത്മീയ സംഗമം അമ്മയുടെ സന്ദേശങ്ങളായ സ്നേഹവും കരുണയും അഹങ്കാരരഹിതവുമായ സേവാഭാവമാണെന്ന് ജീവിതം എന്ന തിരിച്ചറിവ് എല്ലാവരിലും പകർന്നു നൽകാൻ സാധിച്ചു. ബഹ്റൈൻ കോർഡിനേറ്റർ ശ്രീ സുധീർ തിരുനിലത്ത് നേതൃത്വം നൽകിയ ചടങ്ങിൽ പാട്രൺ ശ്രീ കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ സതീഷ് കുമാർ, ഭജന കോർഡിനേറ്റർ ശ്രീ മനോജ് യു കൂടാതെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. പാദാഭിഷേകം, ശ്രീ ലളിത സഹസ്രനാമാർച്ചന, ഭക്തി നിർഭരമായ ഭജൻസ്, സത്സംഗ് എന്നിവ അതിമനോഹരമായി നടന്നു. പ്രസാദ വിതരണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. കബീർ മുഹമ്മദിന് IYCC ബഹ്റൈൻ സ്മരണാഞ്ജലി. IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് കബീർ മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം
ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. 2 വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച കബീർ മുഹമ്മദ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിയാണ്. ഹെമത്ത് ടൗൺ KMCC ഹാളിൽ നടന്ന അനുസ്മരണ സംഗമം IYCC ഹെമത്ത് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TP-യുടെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സൗമ്യമുഖമായിരുന്ന കബീർ മുഹമ്മദ് സംഘടനാ തലത്തിലും പൊതുമേഖലയിലും അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചും ദേശീയ പ്രസിഡന്റ് അനുസ്മരിച്ചു. സാമൂഹിക പ്രവർത്തകൻ UK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിലും വിദേശത്തും സഹജീവി സ്നേഹത്തിൽ ഊന്നി പ്രവർത്തിച്ച കബീർ മുഹമ്മദ് എല്ലാവർക്കും മാതൃകയാണെന്ന് അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. IYCC ദേശീയ ട്രഷറർ ബെൻസി ഗനിയൂർ, ജോയിന്റ് സെക്രട്ടറി രതീഷ് രവി, കോർ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ പങ്കെടുത്തു. പുഷ്പാർച്ചനയുടെ തുടക്കം കുറിച്ച പരിപാടിയിൽ നസീർ പൊന്നാനി സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. TMCA തൊഴിലിടങ്ങളിൽ കുടിവെള്ളവും ഉഷ്ണകാല സാമഗ്രികളും വിതരണം ചെയ്തു. TMCA തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ തൊട്ടടുത്ത 2 ദിവസങ്ങളിലായി അസ്ട്രിയയിലെ ജാമിയ യാക്കൂബ് പള്ളിയിലും പരിസരങ്ങളിലും 5000-ഓളം ബോട്ടിൽ കുടിവെള്ളവും ഉമ്മലസമിലെ ഒരു കെട്ടിട നിർമ്മാണ സൈറ്റിലെ 100ഓളം തൊഴിലാളികൾക്ക് സൺഗ്ലാസുകളും വിതരണം ചെയ്തു. ജൂലൈ മാസത്തിലെ കൊടും ചൂടിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എത്തിയവർക്കും പരിസരങ്ങളിലുള്ളവർക്കും ഇത് വലിയൊരു ആശ്വാസമായി. TMCA പ്രസിഡന്റ് ഷിസു VP, സെക്രട്ടറി നവാസ്, രക്ഷാധികാരികളായ ഫുവാദ് KP, സാദിഖ് കുഞ്ഞിനെല്ലി, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മുഹറഖ് മലയാളി സമാജം മഞ്ചാടി ബാലവേദി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മുഹറഖ് മലയാളി സമാജം കുട്ടികളുടെ കൂട്ടായ്മയായ മഞ്ചാടി ബാലവേദിക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. MMS ഓഫീസിൽ വെച്ച് നടന്ന മഞ്ചാടി ബാലവേദി മീറ്റിംഗ് മുഹറഖ് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൺവീനറായി അഫ്രാസിനെയും ജോയിന്റ് കൺവീനർമാരായി അക്ഷയ് ശ്രീകുമാർ, അദ്വൈത് ശങ്കർ എന്നിവരെയും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആര്യനന്ദ കൺവീനറായും ജോയിന്റ് കൺവീനർമാരായി മരിയ ജോൺസൺ, ശ്രീ ഗൗരി എന്നിവരെയും മഞ്ചാടി എന്റർടൈൻമെന്റ് കൺവീനറായി മുഹമ്മദ് റാസിനെയും തിരഞ്ഞെടുത്തു. MMS വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷീർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി ഫിറോസ് വെളിയങ്കോട്ട് എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണത്തിൽ സുനിൽ തോമസ് റാന്നി എഴുതിയ ആദ്യ പുസ്തകമായ ട്രാവൽ ഫീൽഡ്സ് ആൻഡ് ഫീഡ്സിന്റെ പ്രകാശനം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ പഴകുളം മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശ് MP പുസ്തകം സ്വീകരിച്ചു. ചടങ്ങിൽ DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, മുൻ രാജ്യസഭ ഉപാധ്യക്ഷൻ PJ കുര്യൻ, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ G രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. യാത്രകളെ ഇഷ്ടപ്പെടുന്ന യാത്രാനുഭവത്തോടൊപ്പം യാത്രാ നിർദ്ദേശങ്ങളുമായി ഒരു വികാരവും വിലയിരുത്തലുമായി സുനിൽ തോമസ് റാന്നിയാണ് പുസ്തകം എഴുതിയത്. ടൂറിസം രംഗത്ത് പ്രാദേശിക ടൂറിസം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഈ പുസ്തകം യാത്രാപ്രേമികൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. പത്തനംതിട്ട ജില്ലയിലെ ടൂറിസം രംഗത്ത് ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണിത്. ഒരു പതിറ്റാണ്ടിലേറെയായി ബഹ്റൈൻ പ്രവാസ ജീവിതം നയിക്കുന്ന സുനിൽ തോമസ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി കീക്കൊടൂർ സ്വദേശിയാണ്. എഴുത്തും വായനയും കവിതകളും മനസ്സിൽ പതിയുന്ന ആനുകാലിക വിഷയങ്ങളിൽ പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജിൽ
കത്തുകൾ എഴുതുന്നതും ഇഷ്ട വിനോദങ്ങളാണ്. പത്രങ്ങളിലെ കത്തുകൾ എന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത 100 കത്തുകൾ അടുത്തതായി പ്രസിദ്ധീകരണത്തിനുള്ള പണിപ്പുരയിലാണ്. ഒരു കവിതാ സമാഹാരവും പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. ട്രാവൽ ഫീൽഡ്സ് ആൻഡ് ഫീഡ്സ് താമസിയാതെ ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാകുന്നതാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ബഹ്റൈൻ ചാപ്റ്റർ രൂപീകൃതമായ ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആദ്യമായി പ്രവാസ ലോകത്ത് നിന്നും ഇറങ്ങുന്ന പുസ്തകം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. KGC ഫുജി എലിവേറ്റർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷോറൂം റിഫൈൽ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിലെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഒരു വലിയ മുന്നേറ്റവുമായി KGC ഫുജി എലിവേറ്റർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റിഫൈൽ പാർലമെന്റ് അംഗവുമായ ഹിസ് എക്സലൻസി ഹസൻ ഈദ് ബുഖാമസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത്, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. KGC ട്രേഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷന്റെ കീഴിൽ ആദർശ് കമലൻ നേതൃത്വം നൽകുന്ന ഈ പുതിയ സംരംഭം ലോകതലത്തിലുള്ള ഉയര വാഹന സംവിധാനങ്ങൾ ബഹ്റൈനിൽ എത്തിക്കുന്നതിലാണ് ലക്ഷ്യം. മാർക്കറ്റിംഗ് മാനേജർ പ്രസാദ് എസ്, സേഫ്റ്റി ഓഫീസർ നന്ദു പ്രസാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പാസഞ്ചർ ലിഫ്റ്റുകൾ, ഹോം ലിഫ്റ്റുകൾ, ഡംപ് വൈറ്ററുകൾ, ചരക്ക് ഫ്രൈറ്റ് ലിഫ്റ്റുകൾ, പ്രത്യേക ആവശ്യങ്ങൾക്കായി കസ്റ്റമൈസ് ചെയ്ത ലിഫ്റ്റുകൾ എന്നിവയാണ് KGC ഫുജി എലിവേറ്റർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഗുണനിലവാരവും നവീകരണവുമാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആധാരങ്ങൾ. രാജ്യത്തെ നിർമ്മാണയിടങ്ങളിലും വാണിജ്യ മേഖലകളിലും ഉയരവാഹനങ്ങൾക്കുണ്ടാകുന്ന ആവശ്യം നിറവേറ്റാനാണ് കമ്പനി തയ്യാറാകുന്നത് എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഹിസ് എക്സലൻസി ഹസൻ ഈദ് ബുഖാമസ് തന്റെ പ്രസംഗത്തിൽ ബഹ്റൈനിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സംരംഭകത്വം വളർത്തുന്നതിനും ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അഭിപ്രായപ്പെട്ടു. സുധീർ തിരുനിലത്ത്, ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ഉദ്ഘാടനത്തിൽ ആദർശ് കമലിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു സംസാരിച്ചു. ഇതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് ഇരുവരും പറഞ്ഞു. കീം റാങ്ക് പട്ടിക ഒരു കോടതിക്കും റദ്ദ് ചെയ്യാനാവാത്ത വിധത്തിൽ അടുത്ത വർഷം മാനദണ്ഡം മാറ്റുമെന്ന് മന്ത്രി R. ബിന്ദു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഒരു കോടതിക്കും റദ്ദ് ചെയ്യാനാവാത്ത വിധത്തിൽ അടുത്ത വർഷം മാനദണ്ഡം മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയില്ലെന്നും സർക്കാരിനെതിരെ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനുള്ള ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. പക്ഷേ കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദ് ചെയ്തു. ഡിവിഷൻ ബെഞ്ചും വിധി ശരിവച്ചു. സംസ്ഥാന ബോർഡിന്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായി. അതിനു കാരണം സർക്കാർ എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. സർക്കാർ എടുത്ത തീരുമാനം കീം ഫലത്തെ ബാധിച്ചിട്ടില്ല. കുട്ടികൾ പുറന്തള്ളപ്പെട്ടു. അതിൽ അനീതിയുണ്ട്. 2012 മുതൽ തുടരുന്നതാണിത്. എല്ലാ കുട്ടികൾക്കും തുല്യതയും നീതിയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേത്. ആരാണ് ഉത്തരവാദി എന്നാലോചിച്ചാൽ ഉത്തരം കിട്ടും, മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.